PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് എടുക്കണേ. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആണ് നമ്മൾ എടുത്തു തുടങ്ങിയത്. കുറച്ച് ദിവസമായി നമ്മൾ എടുക്കുന്നത് 10th സർക്കിൾസ് ആണ്. സർക്കിൾസിന്റെ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. ഇപ്പൊ സർക്കിൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരയ്ക്കാം, അതിലെ ഞാനുകൾ പഠിച്ചു. ഞാൻ എന്ന് പറഞ്ഞാൽ കോഡ്സ് എന്താണെന്ന് പഠിച്ചു. നമ്മൾ ഇനി ആംഗിൾസ് നമ്മൾ പഠിക്കാണ്. കോഡ് ഏറ്റവും ലോങ്സ്റ്റ് കോഡ് ഏതാണ് നമ്മൾ പറഞ്ഞത്? ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് ഏറ്റവും വലിയ ഞാൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഡയമീറ്റർ ആണ്. അപ്പൊ നമ്മൾ അടുത്ത തിയറി നമ്മൾ പഠിക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു ആംഗിൾസ്. ആംഗിള് സെമി ഒരു സർക്കിൾ വരച്ചാൽ, ഒരു സർക്കിൾ വരയ്ക്കാം. ആ സർക്കിളിൽ നമ്മൾ പേജ് നമ്പർ 49 വരെ ആയിരുന്നത്. പേജ് നമ്പർ 49 ഒരു തിയറി ഉണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സെന്റർ ആംഗിൾ. എവിടെയെങ്കിലും ഒരു ആർക്ക് വരച്ചു വിചാരിക്കും. ഇതാണ് നമ്മുടെ ഒരു ആർക്ക് എ ബി എന്ന് പറയുന്ന ഒരു 2 പോയിന്റ് സർക്കിളിന് കൊടുത്താൽ, നമ്മൾ പറഞ്ഞു സർക്കിളിന് 2 ഇങ്ങനെ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ സർക്കിളിനെ 2 ഭാഗമാക്കി അല്ലെ. അപ്പൊ ഇത് ഒരു ആർക്കും ഇത് വലിയൊരു ആർക്കും. ഒരു ചെറിയ ആർക്ക് നമ്മൾ കൊടുക്കുകയാണ്. അതിന്റെ സെന്റർ ആംഗിൾ, സർക്കിളിന്റെ സെന്ററിലേക്ക് ഇത് വരച്ചാൽ ഈ സെൻട്രൽ ആംഗിൾ സി കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പകുതിയാണ് എവിടെ? ഈ കോംപ്ലിമെന്റ് ആർക്ക് കേട്ടോ. ഇതാണ് ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയും, അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ആർക്ക് എന്ന് പറയും. മറുചാപം അല്ലെങ്കിൽ പൂരക ചാപം എന്ന് പറയുന്നതാണ്. മറുചാപം, ഇതിന്റെ മറുചാപം. ഇതാണ് നമ്മുടെ ചാപം, ഇതാണ് നമ്മുടെ ആർക്ക്. ഈ ആർക്കിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഈ ഭാഗം ഫുൾ എന്താണ്? ഓൾട്ടർനേറ്റ് ആർക്കാണ് അല്ലെ. ഇത് ഓൾട്ടർനേറ്റ് ആർക്ക്, മറുചാപം എന്ന് പറയും. ഇവിടേക്ക് എവിടെ വരച്ചാലും ആംഗിൾ എന്താണെന്ന്, ഇത് സി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? C/2. സി ഡിഗ്രി ആണ് കേട്ടോ. ഇത് സി ഡിഗ്രി ആണെങ്കിൽ, ഇത് സി ഡിഗ്രി ആവുമ്പോ ഇത് എത്രയാ വരാം? C/2 ഡിഗ്രിയാണ്. കിട്ടിയോ? ഇതാണ് നമ്മൾ ഫസ്റ്റ് തിയറി നമ്മൾ പറയുന്നത്. കേന്ദ്രകോണിന്റെ പകുതിയാണ് മറുചാപത്തിലെ കോൺ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. കേന്ദ്രകോണിന്റെ പകുതി മറുചാപത്തിലെ കോൺ. പക്ഷെ ഇത് വേറൊരു തിയറി കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. കേന്ദ്രകോണിന്റെ പകുതി മറുചാപത്തിലേക്ക് വരയ്ക്കുന്ന ഏത് കോൺ വരച്ചാലും നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ്. കഴിഞ്ഞ കണക്കിൽ നമ്മൾ തെളിയിച്ചതല്ലേ. നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അത് സി ഡിഗ്രി എന്ന് പറഞ്ഞാൽ C/2 ആണ്. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ അടുത്ത് നമ്മൾ നോക്കുന്നത്, ഇനി ഇത് സി ആണെങ്കിൽ ഇങ്ങോട്ടുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതാണ് നമ്മൾ ഇന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഇത് സി ആണെങ്കിൽ ഇത് എത്രയാണ്? C/2. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇപ്പൊ നമ്മളിവിടെ കൊടുക്കുകയാണ് ഡി കൊടുക്കുകയാണെങ്കിൽ ADB എത്രയായിരിക്കും എന്ന്, ADB എത്രയായിരിക്കും എന്ന് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഇതും രണ്ടും കൂടി കൂട്ടിയാൽ അനുപൂരകമാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എത്രയാ? 180 ഡിഗ്രി അല്ലെ, 180 ഡിഗ്രി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സിയും ഈ C/2 ഇതും കൂടി കൂട്ടിയാൽ എത്ര വരണം? 180 ഡിഗ്രി വരണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ആംഗിൾ കാണാൻ എന്താ ചെയ്യാം? ഈ ആംഗിൾ കാണണമെങ്കിൽ 180 മൈനസ് C/2 ഡിഗ്രി. കിട്ടിയോ? ഇതൊന്നും വലുതാക്കിയുടെ എഴുതി കാട്ടി. ഇതിന്റെ ഉള്ളിൽ എഴുതി കാണുന്നുണ്ടോ? 180 മൈനസ് C/2 ഡിഗ്രി. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ്. ഇത് C/2 ആണെങ്കിൽ ഇതെങ്ങനെയാണ്? 180 C/2 ഡിഗ്രി മൈനസ് ചെയ്യണമെന്ന്. കിട്ടിയോ? മനസ്സിലായില്ലേ? എന്താ കാരണം? ഇതും കൂടി കൂട്ടിയാൽ അനുകൂലകം ആണ്. ഇനി നമ്മൾ വേറൊരു ഇത് കൊടുക്കാണ്. സർക്കിൾ വരയ്ക്കാം. വേറൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിലെ നമ്മള് ഇത് തന്നെ ആർക്ക് കുറച്ചുകൂടി താത്തി വരയ്ക്കാം. ആർക്ക് AB, ഇതിന്റെ സെൻട്രൽ ആംഗിൾ ഇതാണ് സെന്റർ ആംഗിൾ ഇവിടെ വരുന്നത്. ഈ സെന്റർ ആംഗിൾ നമ്മൾ സി കൊടുക്കാണ്.
ഇപ്പുറത്ത് ഉള്ളത് നമ്മൾ ഡി ഡിഗ്രി കൊടുക്കുകയാണെങ്കിൽ ഇത് സി ഡിഗ്രി കൊടുക്കാണ്, ഇത് ഡി ഡിഗ്രി. എവിടെന്നാ നോക്കിയേ, ഈ ചാപം എ ബിയിലെ ആർ കെ ബിയുടെ കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ ആണ് സി ഡിഗ്രി. ആർ കെ ബിയുടെ കേന്ദ്രകോൺ സി ഡിഗ്രി. അപ്പോ ഇതെത്രയായിരിക്കും? ഇവിടെ നിന്ന് ഇവിടുത്തോളം വരെ ഇത് നമ്മളിവിടെ പേര് കൊടുക്കാം, പി കൊടുക്കാണ്, ഇവിടെ ഡി കൊടുക്കുകയാണെങ്കിൽ എ ഡി ബി എന്ന് പറയുന്ന ആർക്കിന്റെ സെന്റർ ആംഗിൾ സി. അപ്പോ എ പി ബി എന്ന് പറയുന്ന ആർക്കിന്റെ സെന്റർ ആംഗിൾ എത്രയാണ് വന്നത്? ഡി ഡിഗ്രിയാണ് അല്ലെ. ഇനി ഈ ഡി എത്രയാണ്? നമുക്ക് ഇത് എങ്ങനെയാണ് 180 മൈനസ് സി ബൈ 2 എന്ന് കിട്ടി നമ്മൾ കാണിക്കാനുള്ളത്. ഇത് പ്രൂവ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത്രയും നിങ്ങൾ തിയറി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇത് സി ആണെങ്കിൽ ഇത് എത്രയാണ്? സി ബൈ 2. അങ്ങനെയാണെങ്കിൽ ഇത് സി ബൈ 2 ആണെങ്കിൽ ഈ ചെറിയ ആർക്കിലേക്ക് വരയ്ക്കുന്ന ഈ ആംഗിളും ഈ വലിയ ആർക്കിലേക്ക് വരച്ചിരുന്ന ഈ ആംഗിൾ രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്? 180 വരണം. അപ്പൊ ഈ ആംഗിൾ 180 മൈനസ് 2 ആണ്. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാ കിട്ടുന്നതെന്ന് നോക്കാം. ഈ ആംഗിൾ കേട്ടോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സി കൊടുത്തു, ഇത് നമ്മൾ ഡി കൊടുത്തു. ഡി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഡി ഡിഗ്രി. ഡി എത്രയായിരിക്കും? ഇത് സി കൊടുത്തു, ഇത് ഡി കൊടുത്തു. അപ്പൊ ഈ ഡി എന്ന് പറഞ്ഞാൽ എത്രയാ? ടോട്ടൽ എത്രയാണ്? ഒരു സർക്കിളിന്റെ ആംഗിൾ എത്രയാണ്? 360. 360 അല്ലേ? ഒരു സർക്കിളിന്റെ ഒരു ആംഗിൾ 360 വരുമ്പോ ഈ 360 ഈ സി കുറച്ചാൽ ബാക്കിയുള്ളതല്ലേ? അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? 360 ഡിഗ്രിയിൽ നിന്ന് ടോട്ടൽ നോക്ക്. ടോട്ടൽ ഇത് 360, ഒരു സർക്കിളിന് ചുറ്റുമുള്ളത് 360 ആണ്. അപ്പൊ ഈ ടോട്ടൽ 360 നിന്ന് ഈ സി കുറച്ചാൽ ബാക്കിയുള്ള ആംഗിൾ ആണ് നമുക്ക് എന്തെന്ന് കിട്ടുന്നത്? ഈ ഡി എന്ന് പറയുന്ന ആംഗിൾ. അത് മനസ്സിലായോ എല്ലാവർക്കും? അപ്പോ ഇത് ഡി ഇതാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതി അല്ലെ. നോക്ക്, ഇത് സി ആണ്. സി ആണെങ്കിൽ ഈ ചാപത്തിന്റെ ഇതാണ് ചാപം. എ ബി എന്ന് പറയുന്ന ചാപം ശരിക്കും ശ്രദ്ധിക്കാട്ടോ. എ ബി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെന്റർ ആംഗിൾ സി. അപ്പൊ അതിൽ നിന്ന് വരച്ചിരിക്കുന്ന ആ രണ്ടറ്റത്തു നിന്ന് വരച്ചിരിക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും നമ്മൾ പറഞ്ഞത്? ഈ ആംഗിൾ എത്രയാ? സി ബൈ 2. സി ബൈ 2 ഡിഗ്രി. ഇത് സി ആണെങ്കിൽ ഇത് സി ബൈ 2. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മള് എ പി ബി എന്ന് പറയുന്ന ചാപത്തിന്റെ സെന്റർ ആംഗിൾ ആണ് ഡി. അപ്പോ ഡിയിൽ നിന്ന് ഡിയുടെ രണ്ടറ്റത്ത് നിന്ന് ഈ ചാപത്തിന്റെ മറുചാപം ഇതല്ലേ? അപ്പൊ ഇതിലേക്ക് വരച്ചിരിക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? ഡി ബൈ 2 അല്ലെ. ഡി ഡിഗ്രിയുടെ ബൈ 2 ആണ് ഇത്. ഇത് സി ആണെങ്കിൽ ഇവിടെ സി ബൈ 2, ഇവിടെ ഡി ആണെങ്കിൽ ഇവിടെ ഡി ബൈ 2 ആണ്. അപ്പൊ ഈ ആംഗിൾ ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കുന്നത് കേട്ടോ. തെളിയിക്കുന്ന എങ്ങനെയാണെന്ന്. ഡി എന്ന് പറഞ്ഞാൽ 360 മൈനസ് സി ആണ്. അതിന്റെ ഡി ഡിഗ്രി ബൈ 2 ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു അപ്പൊ എന്താ വരുന്നത്? ഡി ഡിഗ്രി 360 ഡിഗ്രി ബൈ സി ബൈ 2. ഇതിനെ കോമൺ ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനെയും ഡിവൈഡ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത് എങ്ങനെ വരാം? ഈസ് ഈക്വൽ ടു എന്താണ്? 360 ബൈ 2 ചെയ്യണം മൈനസ് സി ബൈ 2 ചെയ്യണം. ചെയ്യണ്ടേ? കാരണം കോമൺ ആയിട്ട്. അപ്പൊ ഇത് വെട്ടി പോയി ഇവിടെ എത്ര കിട്ടി? ഇവിടെ എത്ര കിട്ടി? 180. അപ്പൊ 360 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടി. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയത് എത്രയാന്ന് നോക്കിയേ. ഇവിടെ ഫിസിക്കൽ എത്രയാണ്? 180 മൈനസ് സി ബൈ 2 കിട്ടിയില്ലേ? അതല്ലേ ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇതിലേക്ക് നമ്മൾ പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ ഇതാണ് നമ്മൾ പ്രൂവിങ് കേട്ടോ. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. ചെയ്യാത്ത ഇത് ആദ്യം ചെയ്യാം എന്നുവെച്ചാൽ ഇതാണ് നമ്മുടെ തിയറി. ആ തിയറിയിലേക്ക് എത്താനായിട്ട് ആദ്യം തന്നെ ഒന്നുകൂടി പറഞ്ഞത് ശ്രദ്ധിക്കാം കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിൾ വരച്ചിട്ട് ഇതിന്റെ സെന്ററിന്റെ ഈ എ ബി എന്ന് പറയുന്ന ഒരു ആർക്ക് എ ഡി ബി എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ആർക്കും എ പി ബി എന്ന് പറയുന്ന ഒരു ആർക്കും രണ്ടാർക്കായിട്ട് തിരിച്ചു അല്ലെ. എ ബി എന്ന് പറയുന്ന പോയിന്റ്, എ ഡി ബി എന്ന് പറയുന്ന ഒരു ചാപവും എ പി ബി എന്ന് പറയുന്ന ഒരു ചാപം. അപ്പൊ ഇതാണ് നമ്മൾ ഈ ചെറിയ ചാപമാണ് എടുക്കണമെങ്കിൽ അതിന്റെ കേന്ദ്രകോൺ സി ആണ് അല്ലെ. അതിന്റെ കേന്ദ്രകോൺ എന്താണ്? സി. അപ്പൊ ഈ സി ആണെങ്കിൽ ഈ ചാപം നോക്കി, ഇതാണ് ചാപം. ഈ ചാപത്തിന്റെ രണ്ടറ്റത്തു നിന്ന് മറുചാപത്തിലേക്ക് ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് നമ്മൾ ഒരു ആംഗിൾ വരയ്ക്കുമ്പോ അത് എത്ര ഡിഗ്രിയിലേക്ക്? ഇതിന്റെ പകുതി. അത് മനസ്സിലായോ? ഇനി
നമ്മൾ ഈ ചാപം കൺസിഡർ ചെയ്യാണ്. എ പി ബി എന്ന് പറയുന്ന ചാപം കൺസിഡർ ചെയ്യുന്നു അല്ലെ. എ പി ബി എന്ന് പറയുന്ന ചാപം കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ സെന്റർ ആംഗിൾ നോക്ക് ഇതാണ്. അപ്പൊ അതിന്റെ സെന്റർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ്, ഈ വശല്ലേ. അപ്പൊ അത് ഡി ഡിഗ്രി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഡിയുടെ പകുതിയായിരിക്കും അതിന്റെ മറുചാപം. ഈ ആർക്കിന്റെ മറുചാപം ആൾട്ടർനേറ്റ് ആക്കിയതല്ലേ എ ഡി ബി അല്ലേ. എ പി ബി എന്ന് പറയുന്ന ഒരു ചാപത്തിന്റെ ആർക്കിന്റെ മറുചാപം എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിനെ നമ്മളൊരു പോയിന്റ് ആക്കി ഇതൊരു ചാപമാണെങ്കിൽ ഇപ്പുറത്തത് മറുചാപം. ഇപ്പൊ നമ്മൾ ഇതാണ് ചാപമായിട്ട് എടുത്താൽ ഈ വശത്തെ എന്താണ് ഓൾട്ടർനേറ്റ് ആർക്ക് മറുചാപം. കിട്ടിയോ? അപ്പോ ഇത് ഡി ആണെങ്കിൽ ഇത് എന്താണ് d/2 ആണ് അല്ലെ. അപ്പൊ ഇനി നമ്മള് ഈ തിരി നമുക്ക് ഇത് സിയും ഡിയും ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നിലേക്ക് ഒരു വാരിയബിളിലേക്ക് അല്ലേ നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇത് d/2 d/2 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ ഈ ഡി എന്താണെന്ന് കണ്ടുപിടിച്ചു. ഡി എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഇത് സി ഡിഗ്രി ആണെങ്കിൽ ടോട്ടൽ 360 ഇത് സി പോയി. അപ്പൊ ബാക്കിയുള്ള ഈ വശം ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ സി ഡിഗ്രി, ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ എന്താണ് ഡി ഡിഗ്രി അല്ലെ. ആ ഡി ഡിഗ്രി എത്രയാണ്? 360 സി കുറച്ചു. അപ്പൊ ഈ ആംഗിൾ നമുക്ക് കിട്ടി. ഇതിന്റെ ഉള്ളിൽ എഴുതാൻ സ്ഥലം ഞങ്ങൾക്ക് ഈ ആംഗിൾ കേട്ടോ, നിങ്ങൾ ഇവിടെ എഴുതുന്നത് ഈ ആംഗിൾ ആണ് എത്ര? 360 മൈനസ് സി ഡിഗ്രി അല്ലെ. ഇത് 360 മൈനസ് സി ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 360 മൈനസ് സി ഡിഗ്രിയുടെ /2 ആണ് ഈ ആംഗിൾ ഡി. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോമൺ ആയിട്ടാണ് ഡി എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് മാത്രം നമുക്ക് വെട്ടിക്കളയാൻ പറ്റില്ല. അപ്പൊ രണ്ടിനും നമ്മൾ 2 ഇട്ട് കൊടുത്തു. 360/2 c/2. അങ്ങനെയാണ് 360/2 നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് കിട്ടി 180 അല്ലെ. ഇവിടെ 180 മൈനസ് സി ഡിഗ്രി കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ഇത് എത്രയാ കിട്ടുന്നത്? എങ്ങനെയാ? ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പൊ ഇത് ആദ്യം ചെയ്തിട്ട് വേണം ഇത് വരയ്ക്കാൻ. ഇനി നമ്മൾ ഒരു വാരിയബിളിലേക്ക് ആക്കി. ഇപ്പൊ ആദ്യം സിയും ഡിയും ഇട്ടുകൊടുത്ത് ചെയ്തു എല്ലാവരും ഇല്ലേ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് വരയ്ക്കാം. ഇതാണ് നമ്മുടെ തിയറി. ഇനി നമ്മൾ തിയറി എഴുതി വെക്കാൻ പോകും. ഇത് നമ്മൾ പ്രൂവിങ് ആയിരുന്നു കേട്ടോ. പ്രൂവ് ചെയ്ത് ഞാൻ ഈ തിയറി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത് മനസ്സിലായില്ലേ? നിങ്ങൾ ഇത് മനസ്സിലാക്കിയ ശേഷം ഇത് എഴുതാം. അപ്പൊ സി ആണെങ്കിൽ ഇപ്പൊ ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും? അതിന്റെ പകുതി. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ എന്നിട്ട് ചെയ്യാം കേട്ടോ. ഒരു എക്സാമ്പിൾ ചെയ്യാം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് ബാക്കിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 140 ഡിഗ്രി. ഇവിടെ സി എന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുക്കാം എ ബി ഇതിന്റെ കേന്ദ്രം. ഇത് 140 ഡിഗ്രി കൊടുത്താൽ ഇനി നിങ്ങളോട് കണ്ടുപിടിക്കുന്ന എളുപ്പമാണ് കേട്ടോ ഈ കണക്ക് ചെയ്യാനായിട്ട്. കാരണം ഈ തിയറി ഒന്ന് ഓർത്താൽ മതി. സിയുടെ പകുതി ഇത് അല്ലെ. ഇവിടെ ഇത് ഡി ആയിട്ടും ഡിയുടെ പകുതിയാണ് ഇത്. അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് 360 ഈ 140 കുറച്ചാൽ ഇവിടുത്തെ ആംഗിൾ കിട്ടും. അതിന്റെ പകുതി ആക്കണം. അതിനേലും നമുക്ക് എളുപ്പം എന്താണ്? ഇത് സി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയാ വന്നത് ഇവിടെ? ഇതിന്റെ പകുതി. ദാറ്റ് മീൻസ് 70 ഡിഗ്രി അല്ലെ. 140ന്റെ പകുതി. അപ്പോ ഇവിടേക്കുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ഡി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇത് 70 ആണെങ്കിൽ ഇവിടെ എത്രയാ? 2 കൂടി കൂട്ടിയാൽ 180. 180 മൈനസ് c/2. 140ന്റെ പകുതിയാണ് 70 അല്ലെ. c/2. ഈ c/2 180 മൈനസ് ചെയ്താൽ 180 മൈനസ് 70 എത്ര കിട്ടി? 110 ഡിഗ്രി. എക്സാമ്പിൾ കിട്ടിയില്ലേ? ഈ മൂന്നെണ്ണം ശരിക്കും എല്ലാവരും വൃത്തിയിൽ വരച്ചിട്ട് ആദ്യം ഇത് വരച്ചു വയ്ക്കാം. ഇത് സി ആണെങ്കിൽ ഇത് ഡി കൊടുക്കുകയാണെങ്കിൽ ഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ എഴുതി വെക്കാം. ഡി = എന്താണ്? 360 മൈനസ് സി ആണ്. സി ഡി അതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഇവിടെ സി ഡിഗ്രി ആണെങ്കിൽ ഇത് 360 മൈനസ് സി ഡിഗ്രി. കിട്ടിയോ? ഇനി ഇത് ഡി എന്ന് നമ്മൾ കൊടുത്താൽ ഇത് d/2 ആണെന്ന് പറയാൻ കാരണം ഇവിടെ എന്താണ്? ഇതിന്റെ പകുതിയാണ് അല്ലെ. എപ്പോഴും കേന്ദ്ര കോണിന്റെ പകുതിയാണ് ശിഷ്ടചാപം. അപ്പൊ നമ്മൾ നോക്കി d/2 എന്താണെന്ന് കിട്ടി. 180 മൈനസ് c/2 ആണ്.
അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു. ഇവിടെ നമ്മൾ പ്രൂവിങ് ആയി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു തിയറി എഴുതണം. എഴുതി വെക്കാട്ടോ തിയറി. തിയറി പേജ് നമ്പർ 49 എടുക്കുക എല്ലാവരും. ആ കള്ളിയിൽ നിങ്ങൾക്ക് ഇവിടെ ഈ കള്ളിയിലൂടെ തന്നിട്ടുണ്ട് ഇല്ലേ, കാണുന്നില്ലേ? അത് എഴുതാം. ദ ആംഗിൾ ഗോട്ട് ബൈ അത് തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ലൈൻ എഴുതുന്നില്ല. എനി കോഡ് വിച്ച് ഇസ് നോട്ട് എ ഡയമീറ്റർ സ്പ്ലിറ്റ് ദ സർക്കിൾ ഇൻടു 2 അൺഈക്വൽ പാർട്സ് ആണ്. നമുക്കറിയാം അല്ലെ, ഏതൊരു കോഡ് നമ്മൾ വരച്ചാലും ഒരു സർക്കിളിന്റെ നമ്മളൊരു കോഡ് വരച്ചാൽ ഇത് ഇങ്ങോട്ടൊരു ആർക്കും ഇങ്ങോട്ടൊരു ആർക്കും 2 ആർക്കായിട്ട് മാറ്റും. അതാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ലൈൻ. എനി കോഡ് വിച്ച് ഇസ് നോട്ട് എ ഡയമീറ്റർ അല്ലാതെ, ഡയമീറ്റർ ആയ 2 ഈക്വൽ ആയിട്ടുള്ള 2 സെമി സർക്കിൾസ് ആവുന്നത്. ഡയമീറ്റർ അല്ലാത്ത ഏത് സർക്കിൾസ് വരച്ചാലും വ്യാസമല്ലാത്ത ഒരു ഞാൻ വൃത്തത്തെ ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗമാകും. ഇതാണ് ഫസ്റ്റ് ലൈൻ. കിട്ടിയതായിരുന്നു. എന്താ പറഞ്ഞത്? വ്യാസമല്ലാത്ത ഒരു ഞാൻ, ഡയമീറ്റർ അല്ലാത്തത്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ സെന്ററിൽ കൂടെ ഡയമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് 2 ഭാഗമായിരിക്കും അല്ലെ. അപ്പോ ഡയമീറ്റർ അല്ലാത്ത നമ്മൾ ഏത് കൊടുത്താലും ഒന്ന് ചെറുതും ഒന്ന് വലുതും ആയിരിക്കും എന്ന്. അടുത്തതാണ് നമ്മൾ തിയറി ആയിട്ട് എഴുതിയിരിക്കുന്നത്. ദ ആംഗിൾ ഗോട്ട് ബൈ, എല്ലാവരും തിയറി എഴുതിയിരിക്കാം കേട്ടോ. ദ ആംഗിൾ ഗോട്ട് ബൈ ജോയിനിങ്, നോട്ട്ബുക്കിൽ എനിക്ക് കാണിച്ചു തരണം കേട്ടോ. ഞാൻ വിളിക്കുമ്പോ കാണിച്ചു തരണം. ആ നോട്ട്ബുക്കില് അത് ആ തിയറി എഴുതിയിട്ടുണ്ടാവണം. ദ ആംഗിൾ ഗോട്ട് ബൈ joining any point on the larger path to the end of the chord is half the angle got by joining, text നോക്കിയൊന്നും എഴുതാ, കാരണം സ്പീഡിൽ പറയാനാണ്. Of the chord is half the angle got by joining the center of the circle to these ends. എന്താ പറയുന്നത്? വലിയ ഭാഗത്തിലെ ഏത് ബിന്ദുവും ഞാനിന്റെ അറ്റങ്ങൾ യോജിപ്പിച്ച് കിട്ടുന്ന കോൺ അവ വൃത്ത കേന്ദ്രവുമായി യോജിപ്പിച്ച് കിട്ടുന്ന കോണിന്റെ പകുതിയായിരിക്കും എന്ന്. അതല്ലേ നമ്മൾ ഈ തിയറി പറഞ്ഞത്? എന്താണ്? ഇത് ചെറിയ ചാപം, ഇത് വലിയ ചാപം അല്ലെ, 2 ചാപാക്കി മാറ്റുമ്പോ ഈ കേന്ദ്ര കോണിന്റെ പകുതിയാണ് വലിയ ചാപത്തിലേക്ക് നമ്മൾ ഒരു വരച്ചു കഴിഞ്ഞാൽ. കിട്ടിയില്ലേ? ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ദ ആംഗിൾ ഗോട്ട് ബൈ ജോയിനിങ് എനി പോയിന്റ് ഓൺ ദ സ്മോളർ പാർട്ട്. വലിയ പാർട്ടിലേക്ക് വരച്ചാൽ ഇതിന്റെ പകുതി. മനസ്സിലായോ? ഇതൊരു ചെറിയ ആർക്കും ഇത് വലിയ ആർക്കും. അപ്പൊ ചെറിയ ഭാഗത്തിലേക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ ഇതിന്റെ പകുതിയാണ്. വലിയ ഭാഗത്തിലേക്ക്. ഇനി ചെറിയ ഭാഗം ഇതാണ്. ചെറിയ ഭാഗത്തിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെറിയ ഭാഗത്തിലെ ഏതു ബിന്ദുവുമായി ഞാനിന്റെ അറ്റങ്ങൾ യോജിപ്പിച്ച് കിട്ടുന്ന കോൺ കേന്ദ്ര കോണിന്റെ പകുതി 180 നിന്ന് കുറച്ചത്. കേന്ദ്ര കോണിന്റെ പകുതി C/2, അത് 180 നിന്ന് കുറച്ചതാണ്. മനസ്സിലായോ? The angle got by joining any point on the smaller part of the to the end of the chord is half the angle at the central subtracted from 180. Central angle C ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ. കാര്യം ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞ തിയറി ഇത്രയേ ഉള്ളൂ. സെൻട്രൽ ആംഗിൾ C ആണെങ്കിൽ വലിയ ചാപത്തിലേക്ക് വരയ്ക്കുന്ന ഇതിന്റെ മറുചാപമാണ് അല്ലെ, അത് C/2 ആണ് അല്ലെ. ഇത് C/2 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 C/2 കുറയ്ക്കണം. കിട്ടിയോ? മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ ഇത് ചെയ്തു അല്ലെ. ഡി ഇങ്ങനെ മനസ്സിലായില്ലേ? ഡി എത്രയാണെന്ന് കിട്ടിയില്ലേ? ഡി എന്ന് പറഞ്ഞാൽ 360 - C ആണ്. /2 നമ്മൾ ചെയ്തു. അതെങ്ങനെയാ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇത് കിട്ടി. എന്താണ്? 180 - C/2. ഇത് തെളിയിച്ച് വെക്കാട്ടോ. ഇത് പ്രൂവിങ് ആണ്. പിന്നെയാണ് എക്സാമ്പിൾ ചെയ്യുന്നത്. എക്സാമ്പിൾ ഇവിടെ ചെയ്തോളൂ. ഈ കണക്ക് ABCD C കൊടുക്കാം. C കൊടുക്കുകയാണെങ്കിൽ ABCDയില് ഈ ആംഗിള് ഇതെത്രയായിരിക്കും? ഇത് 140 അവർ തന്നിട്ടുണ്ട്. ഇത് 140 തന്നിട്ടുണ്ടെങ്കിൽ ഈ ആംഗിള് അതിന്റെ പകുതി അല്ലെ. അപ്പോ 70 കിട്ടി. ഇനി ഇത് 70 ആണെങ്കിൽ ഇത് 110 കിട്ടി. അപ്പൊ നമുക്ക് അടുത്ത തീയതിയും കൂടി എഴുതി വെക്കണം. അടുത്തത് പേജ് നമ്പർ, ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പേജ് നമ്പർ നോക്കാം. പേജ് നമ്പർ 51 കേട്ടോ. പേജ് നമ്പർ 51 എഴുതാം. ദ ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക്
of the circle on the alternate axis of the angle made by the center. കിട്ടിയില്ലേ? സെന്ററിന്റെ പകുതിയാണ്. ഇതാണ് നമ്മൾ നേരത്തെ എഴുതി വെച്ചതും. അതൊന്നുകൂടി തിയറി ആയിട്ട് അവർ തന്നിരിക്കുകയാണ്. വൃത്തത്തിലെ ഏത് ചാപം വരച്ചാലും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് മറുചാപത്തിലെ കോൺ. അതിന്റെ താഴെ ഒരു തിയറി കൂടി എഴുതിക്കാം. വൃത്തത്തിലെ ഒരു ചാപം മറുചാപത്തിൽ ഉണ്ടാകുന്ന കോണുകൾ എല്ലാം തുല്യമാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് അല്ലെ. ഇതാണ് നമ്മുടെ ചാപം, ഇത് വേറെ ചാപാണെങ്കിൽ ഈ ചാപം ഇത് C/2 ആണെങ്കിൽ ഇവിടുന്ന് എവിടേക്ക് വരച്ചാലും എന്തായിരിക്കും? ഇതും C/2 ഡിഗ്രി ആയിരിക്കും, ഇതും C/2 ഡിഗ്രി ആയിരിക്കുമെന്ന്. മറുചാപത്തിലെ കോണുകളെല്ലാം തുല്യമാണ്. അതേ ചാപത്തിലും മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണും ഇതും മറുചാപത്തിൽ അല്ലെ. ഇതൊരു ചാപമാണെങ്കിൽ അതിന്റെ മറുചാപം ഇതല്ലേ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താണ്? കോണുകളും അനുപൂരകമാണ്. അത് 180 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമ്മൾ എഴുതിയിരിക്കുക എന്താണ്? ഈ ആംഗിൾ F ഇവിടെ ഈ ആംഗിൾ തന്നെ അല്ലെ. ആംഗിൾ E പ്ലസ് ആംഗിൾ D എപ്പോഴും എത്രയായിരിക്കുന്നത്? 180 ആയിരിക്കും. കിട്ടിയില്ലേ എല്ലാവർക്കും? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ തിയറികൾ ശരിക്കും മനസ്സിലാക്കുക, പഠിക്കാം. ബാക്കിയുള്ളത് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ.